ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ മൊഴി രേഖപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘം 2025 ദ്വാരപാലക പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊണ്ടുപോകാൻ അനുമതി നൽകിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത തേടിയാണ് മഹേഷ് മോഹനരിൽ നിന്ന് മൊഴിയെടുത്തത്. ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടാണ് ദ്വാരപാലക പാളികൾ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ അനുമതി നൽകിയതെന്ന് മഹേഷ് മോഹനര് മൊഴി നൽകി. വാതിലും കട്ടിളപ്പാളികളും കൂടി കൊണ്ടുപോകാനുള്ള അനുമതി കൂടി തേടിയിരുന്നു. എന്നാൽ ഇവയുടെ അറ്റകുറ്റപ്പണി സന്നിധാനത്തു തന്നെ നടത്താനാണ് നിർദ്ദേശം. ഇതാണ് മഹേഷ് മോഹനർ മൊഴി നൽകിയത്. ഗോവർദ്ധന്റെ ബെല്ലാരിയിലെ ജ്വല്ലറിയിൽ പൂജ നടത്തിയതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് പൂജകൾക്കായി ക്ഷണിക്കുമ്പോൾ പോകാറുണ്ട് എന്നായിരുന്നു മൊഴി നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SITയുടെ മൊഴിയെടുപ്പുകൾ ഉൾപ്പെടെയുള്ള പ്രധാന ഘട്ടം പൂർത്തിയായി കഴിഞ്ഞു. ഈ ഘട്ടത്തിലെ അറസ്റ്റുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് ബുധനാഴ്ച SIT കോടതിയിൽ സമർപ്പിക്കുക. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ തിരുത്ത് അംഗീകരിച്ച് പത്മകുമാർ മൊഴി നൽകിയതോടെ ദേവസ്വം ബോർഡ് അംഗങ്ങളായ മറ്റുള്ളവരെ കൂടി ചോദ്യം ചെയ്യേണ്ടി വരും. 2019 ദേവസ്വം ബോർഡ് അംഗങ്ങളായ KP ശങ്കർദാസിനെയും N വിജയകുമാറിനെയും പ്രതിയാക്കാത്തത് കോടതിയിൽ ചോദ്യം ചെയ്യുകയാണ് പത്മകുമാർ. ഇവർക്കുള്ള പരിരക്ഷ തനിക്ക് കിട്ടാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യമാണ് ഉയർത്തുന്നത്. ശ്രീകോവിൽ കട്ടിളയിലെ സ്വർണ്ണപ്പാളികളിലെ സ്വർണം തട്ടിയ കേസിൽ 2019 ദേവസ്വം ബോർഡ് 8ാം പ്രതിയാണ്. അതായത് പ്രസിഡന്റും ബോർഡ് അംഗങ്ങളും പ്രതികൾ. ബോർഡ് തീരുമാനപ്രകാരമാണ് എല്ലാ കാര്യങ്ങളും നടന്നത് എന്നിരിക്കെ കൂട്ടുത്തരവാദിത്തത്തിൽ നിന്ന് അംഗങ്ങൾക്കും ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്ന നിലപാടാണ് ജാമ്യാപേക്ഷയിലൂടെ പത്മകുമാർ മുന്നോട്ട് വയ്ക്കുന്നത്. ശങ്കർദാസിന്റെയും വിജയകുമാറിന്റെയും മൊഴി പ്രത്യേക അന്വേഷണ സംഘം എടുത്തിട്ടുണ്ടെങ്കിലും വിശദമായി ചോദ്യം ചെയ്യൽ ഉണ്ടായിട്ടില്ല. ഇതിന് കാരണം തേടുകയാണ് പത്മകുമാർ. കൊല്ലം കോടതിയിൽ ജാമ്യഹർജി തള്ളിയാൽ ഹൈക്കോടതിയിലും പോകും. ഈ വിഷയം അവിടെയും ചർച്ച ചെയ്യും. ഇരട്ട നീതിയുണ്ടെന്നാണ് പത്മകുമാർ മുമ്പോട്ട് വയ്ക്കുന്നത്. ദേവസ്വം കമ്മീഷണറായിരുന്ന N വാസുവും ഉദ്യോഗസ്ഥരായ മുരാരി ബാബു, D സുധീഷ് കുമാർ എന്നിവരും ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ദേവസ്വം ബോർഡിന്റെ പരിഗണനയ്ക്ക് വന്നിരിക്കുന്നത്. കട്ടിള പൊതിഞ്ഞ സ്വർണ്ണപ്പാളി എന്നല്ല, പിച്ചളപ്പാളി എന്നാണ് ഈ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. ഇതിലെ പിച്ചള പത്മകുമാർ പച്ചമഷി കൊണ്ട് വെട്ടി ചെമ്പെന്ന് എഴുതി ചേർത്തു. റിപ്പോർട്ടിൽ ചെമ്പ് എഴുതി ചേർത്തതിനെയും പത്മകുമാർ ജാമ്യാപേക്ഷയിൽ ന്യായീകരിക്കുന്നുണ്ട്. അടിസ്ഥാന ലോഹം ചെമ്പായതിനാലാണ് ഇങ്ങനെ ചെയ്തത് എന്നാണ് വാദം. എന്തായാലും വെട്ടി എഴുതിയത് പത്മകുമാർ സമ്മതിക്കുന്നു. എന്തുകൊണ്ട് സ്വർണം മറച്ചുവെന്ന ചോദ്യം അപ്പോഴും പ്രസക്തം. ഇതിലൊന്നും പങ്കില്ലെന്നാണ് ശങ്കർദാസും വിജയകുമാറും പ്രത്യേക അന്വേഷണ സംഘത്തിനോട് വ്യക്തമാക്കിയത്. രണ്ടുപേരും ബോർഡ് തീരുമാനത്തിൽ വിയോജിപ്പുണ്ടെന്ന് രേഖാമൂലം അറിയിച്ചിട്ടില്ലാത്തതിനാൽ ക്രമവിരുദ്ധമായ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് അറിഞ്ഞില്ലെന്ന വാദം നിലനിൽക്കില്ല. എതിർക്കാതിരുന്നത് ക്രമക്കേടിന് കൂട്ടുനിന്നതിന് തുല്യമാണ്. എന്നിട്ടും ഇവരെ അറസ്റ്റ് ചെയ്യുന്നില്ല. ഇതിൽ ശങ്കർദാസ് മാപ്പുസാക്ഷിയാകാനും സന്നദ്ധനാണ്. എന്നാൽ ഇതിലേക്ക് പോകാനും അറസ്റ്റ് രേഖപ്പെടുത്തണം. അതിനുശേഷം പ്രതിയെ മാപ്പുസാക്ഷിയാക്കി മാറ്റണം. ഇതിനുള്ള നീക്കവും അണിയറയിൽ സജീവമാണ്. ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം കുറഞ്ഞ് ചെമ്പ് തെളിഞ്ഞെന്ന തന്ത്രിയുടെ കുറിപ്പ് പ്രത്യേക അന്വേഷണ സംഘം ഗൗരവത്തിലെടുത്തിട്ടുണ്ട്. ശാസ്ത്രീയ പരിശോധന ഫലവുമായി ഒത്തുനോക്കി നിജസ്ഥിതി ഉറപ്പിക്കാനുള്ള നീക്കം തുടങ്ങി. 2019 തട്ടിപ്പ് ഇക്കൊല്ലം പുറത്തു വന്നപ്പോൾ ആദ്യം അന്വേഷണം നടത്തിയ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിലാണ് സ്വർണം കുറഞ്ഞ ചെമ്പ് തെളിഞ്ഞെന്ന തന്ത്രിയുടെ പരാമർശമുള്ളത്. തന്ത്രി കണ്ഠരര് രാജീവരിൽ നിന്നാണ് അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു അഭിപ്രായം എഴുതി വാങ്ങിയിരുന്നത്. ദ്വാരപാലകരിലും ശ്രീകോവിലിന്റെ തെക്കും വടക്കുമുള്ള മൂലകളിലും പൂശിയിട്ടുള്ള സ്വർണം കുറഞ്ഞ് ചെമ്പ് തെളിഞ്ഞതിനാൽ പുതിയതായി സ്വർണം പൂശി വൃത്തിയാക്കി വയ്ക്കുന്നതിന് അനുവദിക്കാവുന്നതാണ് എന്നാണ് തന്ത്രിയുടെ കുറിപ്പിൽ കാണുന്നതെന്ന് വിജിലൻസ് റിപ്പോർട്ടിലുണ്ടായിരുന്നു.